കേരളം UDF ഭരിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പാടെ തള്ളുകയാണ് ഇടത് സൈബർ ഇടങ്ങൾ. തമിഴ്നാട്ടിലെ തലൈവറായി MK സ്റ്റാലിൻ തുടരുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ സർവേകളും പറയുന്നു. രണ്ട് സർവേകൾ അണ്ണാ DMKയ്ക്ക് അനുകൂലമാണ്. ബംഗാളിൽ മമതാ യുഗം അവസാനിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം തള്ളിക്കളയുകയാണ് തൃണമൂൽ നേതൃത്വം. ഗൗതം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഗൗതം, ഈ ആദ്യഘട്ടത്തിൽ ഇന്നലത്തെ ആ ഒരു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കൂടെ പുറത്തു വന്നപ്പോഴത്തെ ഒരു അങ്കലാപ്പിന് ശേഷം ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടാകുമല്ലോ. വിവിധ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളോട് പ്രതികരിക്കുന്നത്? ഹർഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ തന്നെയാണ്. നമുക്കറിയാം, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദമായിരുന്നു UDF നേതാക്കൾ ഉയർത്തിയിരുന്നത്. പിന്നാലെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിലായി കോൺഗ്രസിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളും ഫ്ലക്സ് യുദ്ധങ്ങളും സോഷ്യൽ മീഡിയ വാറൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഫലങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ UDFൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയിലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. പല നേതാക്കളും ഇതിനോടകം തന്നെ മറ്റ് ചർച്ചകളിലേക്ക്, മന്ത്രിസഭ ഉൾപ്പെടെ ചർച്ചകളിലേക്ക് സൈബർ ഇടങ്ങളിൽ നീങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ്. അതിനകത്ത് UDF വിലയിരുത്തുന്നത് ഇത്തവണ വലിയ തരത്തിലുള്ള സ്യൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അധികാര മാറ്റത്തിലേക്ക് പോകുമെന്നും ഇത്തവണ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നതാണ്. അവർ പ്രതീക്ഷിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്ന തരത്തിലുള്ള UDFൻ്റെ വിജയപ്രതീക്ഷയെ അടിവരയിടുന്നതാണ് പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും UDF ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം ചർച്ചകളിലേക്ക് നീങ്ങുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പുറത്തു വന്ന 10 എക്സിറ്റ് പോൾ ഫലങ്ങളിലും UDF അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിലയിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ടാണ് നൽകുന്നത്. പക്ഷേ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ളൊരു പരിശോധന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ച് നടത്തിയാൽ അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ LDFന് നൽകിയിരിക്കുന്ന വിജയ സാധ്യത 60+ സീറ്റുകൾ മിക്ക സർവേകൾക്കകത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിൽ തന്നെ ഇടതുമുന്നണി വിലയിരുത്തിയത് നേരിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം തുടരാമെന്നുള്ള ഒരു വിലയിരുത്തലാണ് അവർക്കുള്ളത്. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അധികം നേതാക്കളൊന്നും ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ളൊരു സ്ലൈറ്റ് മെജോറിറ്റിയിൽ വിജയം തുടരുമെന്ന് തന്നെയാണ്. അത്തരത്തിൽ അവർക്കും പ്രതീക്ഷ നൽകാവുന്ന തരത്തിലാണ് ഈ സർവേ റിസൾട്ടിൻ്റെ ഫലമുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 വർഷത്തെ ഭരണത്തിലിരുന്ന ഒരു മുന്നണിക്ക് 60-ലധികം സീറ്റുകൾ നേടാനുള്ളൊരു സാധ്യത പ്രവചിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അധികാരം തുടരാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ള വിലയിരുത്തൽ LDFനുണ്ട്. ഒപ്പം BJP ക്യാമ്പിൻ്റെ പ്രതീക്ഷ പങ്കുവെച്ച് കഴിഞ്ഞാൽ മിക്ക സർവേ ഫലങ്ങളും പറയുന്നത് 1 മുതൽ 7 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ 7 സീറ്റിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും 3 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് എന്നതാണ് NDA ക്യാമ്പിൻ്റെ വിലയിരുത്തലുള്ളത്. പ്രത്യേകിച്ച് മഞ്ചേശ്വരവും അതോടൊപ്പം നേമവും ഉൾപ്പെടെയുള്ള സീറ്റുകൾ അവർ അതിൽ പ്രതീക്ഷ വയ്ക്കുന്നുമുണ്ട്. അവർക്ക് ആ പ്രതീക്ഷകൾക്ക് അനുകൂല സാഹചര്യമുണ്ട് എന്ന് വിവരം നൽകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ചിന്തിക്കാനുള്ളൊരു അവസരം നൽകുന്ന തരത്തിലാണ് സർവേ ഫലങ്ങൾ ഉള്ളത്. 1 മുതൽ 7 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കുമെന്നതാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർ കണക്ക് കൂട്ടിയതിനനുസരിച്ച്, അതായത് ഓരോ മുന്നണികളും എന്താണോ വിജയപ്രതീക്ഷയിൽ കണക്ക് കൂട്ടിയത് അതിന് സാധൂകരിക്കുന്ന തരത്തിലാണ് സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പൊളിറ്റിക്കൽ അനാലിസിസിൽ നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങൾക്കകത്തും കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആര് അധികാരത്തിൽ വരുമെന്നത് സംബന്ധിച്ച് കൃത്യമായൊരു പ്രവചനം, അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നൊരു പ്രവചനം നടത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ വലിയ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ ഒരു നേരിയ മുൻതൂക്കം UDFന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മറുവശത്ത് ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും രസകരമായ സർവേ ഫലങ്ങളുണ്ട്. അതിൽ 2 സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് 100-ലധികം സീറ്റുകൾ നേടി TVK അധികാരത്തിലെത്തി നിലവിലുള്ള DMK സർക്കാരിനെ താഴെയിറക്കി TVKയുടെ നേതൃത്വത്തിലുള്ള, വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരും എന്നതാണ് അവിടുത്തെ പ്രവചനത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു വസ്തുതയായി പുറത്തു വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലങ്ങളിൽ ഭൂരിപക്ഷവും അനുകൂല സാഹചര്യം പ്രവചിക്കുന്നത് DMKയ്ക്കാണ്. 2 സർവേ ഫലങ്ങളിൽ
ഘട്ടത്തിലാണ് AIDMKക്ക് ഉള്ള അധികാരം ലഭിക്കുമെന്നുള്ള പ്രവചനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ DMK സർക്കാർ തുടരുന്നതിനുള്ള സാധ്യതയാണ് കൂടുതൽ സർവേ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. ഇത്തവണ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. വലിയ തരത്തിലുള്ള ജൻസി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജൻസി വോട്ടുകൾ ഉൾപ്പെടെ ആർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എക്സിറ്റ് പോൾ പറയുന്നത് അത് TVKക്ക് അനുകൂലമായിരിക്കും, DMKയുടെ വോട്ട് ഷെയറിൽ കുറവുണ്ടാകും എന്ന തരത്തിലാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത്. ഇനി ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബംഗാളിലെ തെരഞ്ഞെടുപ്പുകളിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ പോളിംഗ് ആണ് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 92% മുകളിലാണ് അവിടെ പോളിംഗ് ഉള്ളത്. ഇത്തവണ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. വലിയ തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ, അതിരുവിട്ട പ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ സംഭവ വികാസങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസിന് നാലാമത് ഒരു അവസരം ഉണ്ടാകില്ല, മറിച്ച് BJP സർക്കാർ അധികാരത്തിൽ വരും. അത് 170-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ള ഒരു പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ബംഗാളിൽ അധികാരമാറ്റം സംഭവിക്കുമ്പോൾ തന്നെ ഇടത് മുന്നണിക്ക് അവിടെ ഇത്തവണ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ഒരു കൗതുകരമായ വസ്തുത കൂടി സർവേ ഫലം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ അസാമിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അസാമിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും പ്രവചിക്കപ്പെടുന്നില്ല. അവിടെ BJP സർക്കാർ തന്നെ തുടരുമെന്നുള്ള സാഹചര്യമാണ് പ്രവചിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സർവേ ഫലങ്ങൾ ഓരോ മുന്നണിക്കും പ്രതീക്ഷ നൽകാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും പുറത്തു വന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചത്, ജനവിധി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളോ പ്രതീക്ഷകളോ എത്ര കണ്ട് സാധൂകരിക്കാൻ കഴിയുമെന്നത് അറിയണമെങ്കിൽ സ്വാഭാവികമായും മെയ് 4-ാം തീയതി ഈ ബാലറ്റ് തുറന്ന് അത് എണ്ണി അതിൽ നിന്നുള്ള ജനവിധി എന്താണെന്ന് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടം നടന്നിരിക്കുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന ജനവിധി എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷ തുടരുമെന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വിലയിരുത്തിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഹർഷൻ, റൈറ്റ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.